അനുനിമിഷം മരിച്ചു കൊണ്ടിരിക്കുന്നവർ. 1 യോഹന്നാൻ 3:1-20 വരെ. ധ്യാനത്തിനായിട്ട് 15-ാം വാക്യം. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. കണ്ണുണ്ടെങ്കിലും കാണാത്തവരുണ്ട്, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്തവരുമുണ്ട്, ജീവനുണ്ടെങ്കിലും സ്വയം മരിച്ചുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. ഒരു ഡോക്ടറുടെ ഷെൽഫിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ നൂതന സംഭവ വികാസങ്ങളെയും കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചുള്ള അനവധി ഗവേഷണ ഫലങ്ങളെയും സംബന്ധിച്ചുള്ള അനേകം പുസ്തകങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും ഭംഗിയായി അടുക്കി വച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്കൂ, ആ പുസ്തകങ്ങളിൽ എത്ര എണ്ണം വായിച്ച് ഹൃദിസ്ഥമാക്കിയിട്ടുണ്ട് എന്ന്. അദ്ദേഹം ഒരു വേള നിങ്ങൾക്ക് നൽകുന്ന മറുപടി, ആർക്കുണ്ട് നേരം ഇതൊക്കെ വായിക്കാൻ? ഇടമുറിയാതെ വന്നുകൊണ്ടിരിക്കുന്ന രോഗികൾ ഒന്ന് മാറിയിട്ട് വേണ്ടേ സ്വസ്ഥമായിരുന്ന് ഒന്ന് വായിക്കാൻ എന്നായിരിക്കും. അദ്ദേഹത്തിന് കണ്ണും ചെവിയുമുണ്ട്, പക്ഷേ കാണാനോ കേൾക്കാനോ കഴിയുന്നില്ല. അതിന് മതിയായ മുടന്തൻ ന്യായവും പറയാനുണ്ട്. ഈ ഡോക്ടർക്ക് തൻ്റെ തൊഴിലിൽ എങ്ങനെ ഉയരുവാൻ കഴിയും? ഡോക്ടർമാരുടെ മാത്രമല്ല, എല്ലാ തുറയിലുള്ളവരുടെയും ഗതി ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ്. കണ്ണും കാതുമുണ്ടായിട്ടും കാണാനും കേൾക്കാനും കഴിയുന്നില്ലെന്നുള്ളത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശാപമായി കരുതേണ്ടിയിരിക്കുന്നു. ദൈവശബ്ദം കേൾക്കാനോ സമാധാനത്തിൻ്റെ മാർഗം കണ്ടെത്താനോ നമുക്ക് കഴിയുന്നില്ല. മനോഹരമായി ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ച ബൈബിളോ ഖുറാനോ ഗീതയോ വീടിൻ്റെ അലങ്കാര വസ്തുക്കളായി മാത്രം അവശേഷിച്ചിരിക്കുകയാണിന്ന്. പള്ളിയിലും ക്ഷേത്രങ്ങളിലും മതപ്രസംഗങ്ങൾക്കും മുറ പോലെ നടക്കുന്നുണ്ട്. പക്ഷെ അവ നമ്മുടെ കാതുകളിലേക്ക് കടന്നു ചെല്ലുകയോ കണ്ണിൽ പെടുകയോ ചെയ്യുന്നില്ല. ജീവനുണ്ടെങ്കിലും മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് മിക്കവരുടെയും ജീവിതത്തിലുള്ളത്. ചില രോഗങ്ങൾക്ക് രോഗനിദാന ശാസ്ത്രപരമായ കാരണങ്ങൾ ഡോക്ടർമാർ കണ്ട് പിടിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെയുള്ള രോഗികൾ മനഃശാസ്ത്രജ്ഞനെയോ വൈദികനെയോ സമീപിക്കണമെന്ന് പല ഡോക്ടർമാരും ഉപദേശിക്കാറുണ്ട്. ഒരിക്കലൊരു സ്ത്രീ ഒരു ഡോക്ടറുടെ അടുക്കൽ ചികിത്സയ്ക്കായി ചെന്നു. അവരുടെ ദേഹത്ത് കുഷ്ഠരോഗം പോലെ ചൊറിഞ്ഞ് ചുവന്ന് തടിച്ചിരിക്കുന്നു. ഡോക്ടർ പരിശോധിച്ചു, പക്ഷേ ആ രോഗത്തിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. രോഗനിദാന ശാസ്ത്രപരമായ എല്ലാ ടെസ്റ്റുകളുടെയും റിപ്പോർട്ടിൽ നിന്ന് അവർക്ക് ശാരീരികമായി എന്തെങ്കിലും തകരാറുള്ളതായി കണ്ടുപിടിക്കുവാൻ ഡോക്ടർക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം ഒരു മനഃശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നതിനാൽ ആ സ്ത്രീയുടെ ജീവിതകഥ സസൂക്ഷ്മം പഠിക്കുവാൻ ശ്രമിച്ചു. അവർ തൻ്റെ കഥ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു. ഒരു സഹോദരി മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. പിതാവ് മരിക്കുന്നതിന് മുമ്പ് തൻ്റെ സ്വത്തുക്കൾ 2 പുത്രന്മാർക്കുമായി വീതിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു വിൽപ്പത്രം എഴുതി വച്ചിരുന്നു. അച്ഛൻ്റെ മരണാനന്തരം വിൽപ്പത്രമനുസരിച്ച് തനിക്ക് കിട്ടിയ വീതത്തേക്കാൾ മെച്ചപ്പെട്ടത് തൻ്റെ സഹോദരിക്ക് കിട്ടിയതായിരുന്നു എന്നാണ് ആ സ്ത്രീയുടെ പരാതി. ഏതായാലും വിരോധം മുഴുവൻ സഹോദരിയോടായിരുന്നു. സഹോദരിയെ അവർ അങ്ങേയറ്റം വെറുത്തു. കയ്പ് നിറഞ്ഞ ആ വിദ്വേഷം നാൾക്കുനാൾ വർദ്ധിച്ചു. അത് അവരുടെ മനസ്സിനെ മാന്തി കീറിക്കൊണ്ടിരുന്നു. ഡോക്ടർ രോഗകാരണം കണ്ടുപിടിച്ചു. ആ സ്ത്രീയുടെ മനസ്സിനെ മാന്തി കീറുന്ന വിദ്വേഷമാണ് ശരീരത്തിൽ ചുവന്ന നിറത്തിലുള്ള ചൊറിഞ്ഞ് തടിപ്പായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അത് അവരോട് തുറന്ന് പറയുകയും ചെയ്തു. ജീവിക്കുന്നുണ്ടെങ്കിലും മരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ആ സ്ത്രീ. മറ്റെന്ത് വേണമെങ്കിലും ചെയ്യാം. അവനോട് രമ്യതയിലാകുവാനോ അവനെ അല്ലെങ്കിൽ അവളെ സ്നേഹിക്കാനോ എനിക്ക് സാധ്യമല്ലെന്ന് പറയുന്നവരുണ്ട്. ജീവിക്കുമ്പോൾ തന്നെ മരിച്ചുകൊണ്ടിരിക്കുന്നവരാണവർ. മനുഷ്യബന്ധങ്ങൾ ശരിപ്പെടുത്താതെ ഡോക്ടർമാരെയോ ദൈവത്തെയോ സമീപിക്കുന്നതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകുന്നതല്ല. ദൈവത്തിന് മുമ്പിൽ വഴിപാട് അർപ്പിക്കുവാൻ ചെല്ലുമ്പോൾ നിന്റെ സഹോദരനോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് ഓർമ്മ വന്നാൽ വഴിപാട് അവിടെ വെച്ചിട്ട് പോയി സഹോദരനോട് ആദ്യം രമ്യപ്പെടുക എന്ന് ക്രിസ്തു തൻ്റെ അനുയായികളോട് ഉപദേശിച്ചത് മത്തായി 5:25. മനുഷ്യബന്ധങ്ങൾ ശരിപ്പെടാതെ ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥശൂന്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഓർക്കണമേ, സ്നേഹമുള്ളിടത്ത് ജീവനുണ്ട്, പകയുള്ളിടത്ത് നാശവും. മത്തായി എഴുതിയ സുവിശേഷം 18:35. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. ദൈവം അനുഗ്രഹിക്കട്ടെ.
പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസൻ.